വേനൽ മഴ ശക്തമായതോടുകൂടി നെൽകർഷകർ വീണ്ടും ദുരിതത്തിലാണ്. മില്ലുടമകൾ കൂടുതൽ കിഴിവ് ചോദിച്ചു തുടങ്ങിയതോടെ പലയിടങ്ങളിലെയും നെല്ല് സംഭരണം താളം തെറ്റി. സർക്കാർ ഇടപെടൽ വൈകിയതോടെ പ്രതിഷേധത്തിലാണ് കർഷകർ. കഴിഞ്ഞ ആഴ്ച വരെ കടുത്ത വേനലായിരുന്നു. അന്ന് 3 മുതൽ 5 കിലോ വരെ നെല്ലിന് മില്ലുകൾ കിഴിവ് ചോദിച്ചു. ഇത് നൽകാത്തതിന്റെ പേരിൽ നെല്ലു സംഭരിക്കാതെ കർഷകരെ മില്ലുകൾ ബുദ്ധിമുട്ടിച്ചു. സംഭരണം വൈകിപ്പിച്ച് ഇപ്പോൾ മില്ലുടമകൾ ഉദ്ദേശിച്ചിടത്ത് കാര്യങ്ങളെത്തി. വേനൽ മഴ കടുത്തതോടെ കർഷകർ ഇരട്ടി ദുരിതത്തിലായി. മഴയിൽ നനഞ്ഞ നെല്ല് കിളിർക്കാതിരിക്കാൻ കർഷകർ നെട്ടോട്ടമോടുകയാണ്. പലയിടത്തും 20 കിലോ വരെ കിഴിവ് നൽകണമെന്നാണ് മില്ലുകൾ ആവശ്യപ്പെടുന്നത്. വേനൽ മഴ കൂടി ശക്തമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ഇപ്പം നനഞ്ഞ നെല്ലുകളെല്ലാം ഞങ്ങൾ മാറ്റി കുത്തിയിട്ട് നല്ല നെല്ല് വേറെ മൂടെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ സുരക്ഷിതമായിട്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു മില്ലുകാർ പോലും ഇവിടെ സംഭരിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടില്ല. ഏജന്റുമാരെ ഞങ്ങൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും നെല്ല് വേണ്ട. പിന്നെ ഇത് ആരെടുക്കും? ഇത് ആർക്കും നെല്ല് വേണ്ട പിന്നെ എന്തിനാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്? ആർക്ക് വേണ്ടി കൃഷി ചെയ്യുന്നു? ഈ രാജ്യത്തുള്ള ആൾക്കാരെ അന്നകൂട്ടുന്ന ആൾക്കാരല്ല ഞങ്ങൾ കർഷകർ. ഞങ്ങൾക്കൊരു പരിഗണന തരുന്നില്ലല്ലോ ഇവിടുത്തെ ഭരണകൂടങ്ങൾ. പ്രശ്നം ഗുരുതരമായതോടെ പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. പാടി ഓഫീസുകൾക്ക് മുന്നിൽ സമരങ്ങളും നടക്കുന്നുണ്ട്. ിൽ 22 കിലോ കിഴിവ് കൊടുക്കണമെന്ന് പറയുന്നു. എന്തൊരു ന്യായം! 22 കിലോ അടിച്ചു മാറ്റാൻ കൊടുക്കണമെന്ന്. കിഴിവ് കൊള്ള. ഈ കിഴിവ് കൊള്ളയ്ക്ക് 3-4 കൂട്ടർ ഒരുമിച്ച് ചേരുകയാണ്. 1 മില്ല് ഉടമസ്ഥന്മാർ, 2 ജില്ലാ ഭരണകൂടം കോട്ടയത്ത്, 3 പാടി ഓഫീസർമാർ, പാടി ഓഫീസർ. ഇവർ ഈ 3 കൂട്ടരും കൂടി മില്ലുകാർക്ക് കൊള്ളയടിക്കാൻ, കിഴിവ് കൊള്ളയ്ക്ക് വേണ്ടി അടിക്കാൻ വേണ്ടി അവർ നിന്നു കൊടുക്കുകയാണ്. അവരതിനെ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. അതിനെതിരായിട്ടുള്ള സമരമാണ്. 30 ദിവസത്തിലധികമായി കൊയ്തിട്ട നെല്ലുവരെ സംഭരിക്കാതെ കിടപ്പുണ്ട്. പല പാടങ്ങളിലും ഇനിയും കൊയ്ത്തു നടക്കാനുമുണ്ട്. സപ്ലൈകോ ഉദ്യോഗസ്ഥരും മില്ലുടമകളും നെല്ലു സംഭരണത്തിൽ ഒത്തുകളിക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പലതവണ പറഞ്ഞ വിഷയമാണ്. കഴിഞ്ഞ കുറേ വർഷമായി കർഷകർ ഈ ആവശ്യം ഉന്നയിക്കുന്നുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്ന ചോദ്യമാണ് കർഷകർ ചോദിക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ ദുരിതത്തിന് പരിഹാരമില്ലാതായതോടെ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് നെൽകർഷകർ. അവരത് സൂചിപ്പിക്കുന്ന പ്രതികരണം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. കൊയ്തിട്ട നെല്ല് സംഭരിക്കാതെ കിടക്കുന്നത് മൂലം വലിയ പ്രതിസന്ധിയിലാണ് അവരുള്ളത്. കാണാം ചില പ്രതികരണങ്ങൾ കൂടി. 24 ദിവസമായി ഞങ്ങളുടെ പാടയിൽ നിന്ന് കൊയ്തിട്ട് അതിൽ ഏകദേശം ഒരു 170 കിൻഡൽ ഏക്കറിലെ നെല്ലോളം എടുത്തുപോയി. ഇനി കേവലം ഒരു 6 ലോഡ് നെല്ല് ഞങ്ങൾക്ക് കിടപ്പുള്ളൂ. ഈ 6 ലോഡ് നെല്ലെടുക്കാൻ ഈ മില്ലോണർ വരുന്നില്ല. ഇന്നലെ പാടി ഓഫീസറെ ഇതിൽ 2 മില്ലുകാർ വന്നിട്ട് അവർ 22 കിലോ കിഴിവാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സൗജന്യമായിട്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കണം. ഏതായാലും കഴിയുന്നതും വേഗം സപ്ലൈകോയും മില്ലുകാരും കൃഷിക്കാരെ സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ കിഴിവിന് വേണ്ടി എപ്പോഴും ഇത് ഇങ്ങനെ സാധാരണ ഒരു സംഗതി ഉള്ളതാണ്. മഴ പെയ്യുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കുക. കൃഷി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഭരണകൂടത്തെ നിർബന്ധിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഇപ്പം എന്ത് കഷ്ടപ്പെട്ടാണ് കർഷകർ കൃഷി ചെയ്ത് അത് 4-5 മാസം മുമ്പ് തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. കിഴിവെന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള കിഴിവാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അതിൽ അന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഈ വർഷമാണ് അതിപ്രധാനമായിട്ടും ഇപ്പൊ ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് 23 വയസ്സിൽ തുടങ്ങിയതാണ്. 70 വയസ്സായിട്ട് പോലും ഇതുപോലെ ഒരു അവസ്ഥ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ നെല്ല് കൊയ്തിട്ട് കഴിഞ്ഞാൽ നല്ല നെല്ല കൊയ്തിട്ട് കഴിഞ്ഞാൽ എടുക്കാനും അപ്പൊ താമസമാണ്. എത്രയും പെട്ടെന്ന് എടുത്ത് സഹായിക്കുകയാണ്. 1000 നന്ദി. അതേ നമുക്ക് പറയാനുള്ളൂ.